എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ബി ശ്രീനിവാസനാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. വനിതാ ശിശുവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി. വനിതാ ശിശുവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി മംഗല്യ പദ്ധതിയാണ് വനിതാ ശിശുവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ. വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡറായി ചുമതലയേറ്റത്. സെൻട്രൽ എയർ കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ചുമതലയേറ്റത്. സെൻട്രൽ എയർ കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിതാണ് സെൻട്രൽ എയർ കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി ചുമതലയേറ്റത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭ മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നഗരസഭയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കോർബ. ഛത്തീസ്ഗഡിലെ കോർബയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ AIFFൻ്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി P. അനിൽകുമാറാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ഹരിത സാവിത്രിയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ്. നോവൽ സിൻ എന്ന നോവലിനാണ് പുരസ്കാരം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക സ്മരണയ്ക്കായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക സ്മരണയ്ക്കായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്ന ശബ്ദപുസ്തകമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക സ്മരണയ്ക്കായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം. അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക്സ് മെഡൽ നേടിയത്. അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക്സ് മെഡൽ നേടിയത് സാക്കിയ ഖുദാദാദിയാണ് അഭയാർത്ഥി ടീമിനായി ആദ്യ പാരാലിമ്പിക്സ് മെഡൽ നേടിയത്. കായിക താരം സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. കായിക താരം സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വിറ്റ്നസ് ആണ് കായിക താരം സാക്ഷി മാലിക്കിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പേര്. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRBയുടെ മേധാവിയായി നിയമിതനായത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് അലോക്
അലോക് രഞ്ജനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത്. 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത്. 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് ജയ്സാൽമീർ, രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് 1 മണിക്കൂറിൽ 5 ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത്. DRDOയുടെ എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാളി. DRDOയുടെ എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ. ഡോക്ടർ കെ രാജലക്ഷ്മി മേനോനാണ് DRDOയുടെ എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ മലയാളി. 2024 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. 2024 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. കാർത്തിക് വെങ്കിട്ടരാമനാണ് 2024 61ാമത് നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാബർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാബർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാബർ ഗ്രാമം ഗുജറാത്തിലാണ്. ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നത് ഏതൊക്കെ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്? ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നത് ഏതൊക്കെ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആൻഡ് ഇന്ത്യൻ നേവി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നേവിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല. സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക്ക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക്ക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക്ക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായത്. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായത് കർസൻ കിച്ചൻ. കർസൻ കിച്ചനാണ് ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായത്. 21 വയസ്സുള്ളപ്പോഴാണ് കർസൻ കിച്ചൻ്റെ ഈ നേട്ടം. രാജ്യത്ത് ആദ്യമായി ബ്രെയിൽ ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത്. രാജ്യത്ത് ആദ്യമായി ബ്രെയിൽ ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് രാജ്യത്ത് ആദ്യമായി ബ്രെയിൽ ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത്. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ കെസ്പ ഏർപ്പെടുത്തിയ VP സത്യൻ പുരസ്കാരത്തിന് അർഹയായത്. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ VP സത്യൻ പുരസ്കാരത്തിന് അർഹയായത് ആൻസി സോജൻ. ആൻസി സോജനാണ് കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ VP സത്യൻ പുരസ്കാരത്തിന് അർഹയായത്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഭായ്ലോഗ്. ഭായ്ലോഗ് ആപ്പാണ് അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ജോർജ് കുര്യൻ. ജോർജ് കുര്യനാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായി നിയമിതനായത്. കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായി നിയമിതനായത് P. ഉബൈദ്.
പി ഉബൈദാണ് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനായി നിയമിതനായത്. കാലാവസ്ഥാ ഗവേഷണത്തിനായി വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. കാലാവസ്ഥാ ഗവേഷണത്തിനായി വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം അർക്ക, അരുണിക. അർക്ക, അരുണിക എന്നിവയാണ് കാലാവസ്ഥാ ഗവേഷണത്തിനായി വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. 2024 സെപ്റ്റംബറിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. 2024 സെപ്റ്റംബറിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ പരംരുദ്ര. പരംരുദ്ര എന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് 2024 സെപ്റ്റംബറിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് തുഹിൻകാന്ത് പാണ്ഡെ. തുഹിൻകാന്ത് പാണ്ഡെയാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണൻ. കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന കൃതിക്ക് PN ഗോപികൃഷ്ണനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാന പുരസ്കാരം നേടിയത്. അടുത്തിടെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അടുത്തിടെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹ്യൂസ്റ്റൺ, ടെക്സാസിലെ ഹ്യൂസ്റ്റണിലാണ് അടുത്തിടെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത് ബൈജു ചന്ദ്രൻ. കൃതി ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം. ബൈജു ചന്ദ്രനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത്. കൃതി ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം. സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് പി ഹരീഷ് കുമാർ. പി ഹരീഷ് കുമാറിനാണ് സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാഗാന്ധി അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖര. അവനി ലേഖരയാണ് പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. 2024 പാരീസ് പാരാലിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് പാരാലിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം നവദീപ് സിംഗ്. നവദീപ് സിംഗ് ആണ് 2024 പാരീസ് പാരാലിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ജാവലിൻ ത്രോ F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ജാവലിൻ ത്രോ F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് അജിത് സിംഗ് യാദവ്. അജിത് സിംഗ് യാദവ് ആണ് 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ജാവലിൻ ത്രോ F46 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ഹൈ ജമ്പ് T64 വിഭാഗത്തിൽ സ്വർണം നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ഹൈ ജമ്പ് T64 വിഭാഗത്തിൽ സ്വർണം നേടിയത് പ്രവീൺ കുമാർ. പ്രവീൺ കുമാറാണ് 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷ ഹൈ ജമ്പ് T64 വിഭാഗത്തിൽ സ്വർണം നേടിയത്.
പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യം. പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യം ജോർദാൻ. ജോർദാനാണ് പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ രാജ്യം. രാജ്യത്ത് ആദ്യമായി ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാംസ് കുമാർ. MV ശ്രേയാംസ് കുമാറാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിയ ആദ്യ സ്വകാര്യ ദൗത്യം. മനുഷ്യൻ്റെ സ്പേസ് വാക്ക് നടത്തിയ ആദ്യ സ്വകാര്യ ദൗത്യം പൊളാരിസ് ഡോൺ. പൊളാരിസ് ഡോൺ ദൗത്യമാണ് മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിയ ആദ്യ സ്വകാര്യ ദൗത്യം. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് അരുൺ ഗോയൽ. അരുൺ ഗോയലാണ് ക്രൊയേഷ്യയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. 2024 ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത്. 2024 ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത് മൈക്ക് പാണ്ഡെ. മൈക്ക് പാണ്ഡെയാണ് 2024 ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായത്. സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത്. സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത് KEN കുഞ്ഞഹമ്മദ്. KEN കുഞ്ഞഹമ്മദാണ് സംവാദങ്ങളുടെ ആൽബം എന്ന പുസ്തകം രചിച്ചത്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. ഗോൾ ഫോർ വയനാട് ക്യാമ്പയിനാണ് വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ. നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെൻ്ററി. നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൻ. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൻ എന്ന ഡോക്യുമെൻ്ററിയാണ് നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെൻ്ററി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് കേരള പോലീസ്. കേരള പോലീസിനാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സജീവമായ ഇടപെടൽ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷ് ഫിക്ഷനുള്ള 2024 സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജ. ഇംഗ്ലീഷ് ഫിക്ഷനുള്ള 2024 സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാം. പ്രശാന്തി റാമാണ് ഇംഗ്ലീഷ് ഫിക്ഷനുള്ള 2024 സിംഗപ്പൂർ ലിറ്ററേച്ചർ പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.